പാലക്കാട് വളരെ ആവേശത്തോട് ഉച്ച കഴിയുമ്പോഴേക്കും പാലക്കാട് വളരെ ആവേശത്തോടു കൂടി 2 മണിയാകുമ്പോഴേക്കും വീണ്ടും ബൂത്തുകളിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ച, ഇരുമ്പിയെത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതാണ് ഈ പോളിംഗ് ശതമാനം ഇപ്പോൾ 70.22%, 6 വരെയുള്ള കണക്കാണ്. ഇപ്പോഴും പല ബൂത്തുകളും വോട്ടർമാരുടെ നീണ്ട നിര പ്രകടമാണ്. എന്ന് പറഞ്ഞാൽ 6 മണി വരെ പോളിംഗ് ബൂത്തിൽ എത്തിയവർക്കൊക്കെയും ടോക്കൺ കൊടുത്ത് അവിടെ നിർത്തിയിരിക്കുന്നു. ഇപ്പോഴും അവിടെ പോളിംഗ് പുരോഗമിക്കുന്നു പല മണ്ഡലങ്ങളിലും എന്ന് വ്യക്തമാണ്. സ്വാഭാവികമായും 70.22 എന്നുള്ളത് കുറച്ചുകൂടി ഒരല്പം കൂടി അല്പമേ ഉണ്ടാവുള്ളൂ. എങ്കിലും കഴിഞ്ഞ തവണത്തെ 73.8 അല്ലെങ്കിൽ 74% എന്ന നിലയ്ക്ക് അതിന് മുകളിലേക്ക് എത്താൻ വഴിയില്ല. 73 പോലും എത്താൻ വഴിയില്ല. അന്തിമ ഫലം വരും. ഒരുപക്ഷെ ഒരു 70.22 എന്നുള്ളത് ഒരു 72 ഒക്കെ ഒരുപക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് ശതമാനത്തോട് ചേർന്ന് ഓരം പറ്റി നിൽക്കുന്ന ഒരു ശതമാനക്കണക്കുണ്ടാകുമെന്ന് തന്നെ വേണം കരുതാൻ. മാത്തൂർ പഞ്ചായത്തിലെ ഒരു ബൂത്തിൽ ഇപ്പോൾ നിൽക്കുന്നു വിപിൻ സി വിജയൻ. വിപിൻ, മാത്തൂർ പഞ്ചായത്തിൽ നമ്മൾ കണ്ടത് രാവിലെ മുതൽ തന്നെ അതിശക്തമായി വോട്ടർമാർ ഇറങ്ങി നിരനിരയായി വോട്ട് ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു. അത് രാവിലെ ആവട്ടെ, ഉച്ചയാവട്ടെ, വൈകുന്നേരം ആവട്ടെ. ഇപ്പോഴും 6 മണിക്ക് ഗേറ്റ് അടയ്ക്കുമ്പോൾ എത്രത്തോളം വോട്ടർമാർ ഇനി ബൂത്തിനകത്തുണ്ട് വിപിൻ? അഷ്മി, കിഴക്കേത്തറയിലെ 143-ാമത്തെ ബൂത്തിലാണ് ഞാനുള്ളത്. ഈ ബൂത്തിൽ ഏകദേശം 150ഓളം പേർക്കാണ് 6 മണിക്ക് ശേഷം ടോക്കൺ നൽകിയിരിക്കുന്നത്. അതിപ്പോൾ ഒരു 30 ആളുകളായി കുറഞ്ഞിരിക്കുന്നു. ഞാൻ വന്ന സമയത്ത് 6 മണിക്ക് സ്ത്രീകളും ഉണ്ടായിരുന്നു, ഒപ്പം തന്നെ പുരുഷന്മാരുണ്ടായിരുന്നു. 150ഓളം ആളുകൾ ഉണ്ടായിരുന്നു. അതിലിപ്പോൾ സ്ത്രീകളെല്ലാം തന്നെ വോട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. പുരുഷന്മാരുടെ നിര അത് കുറഞ്ഞു വരികയാണ്. ഏകദേശം 30ഓളം ആളുകളായി ചുരുങ്ങിയിരിക്കുന്നു. രാവിലെ മുതൽ തന്നെ മാത്തൂർ പഞ്ചായത്തിൻ്റെ ഇത് നോക്കുകയാണെങ്കിൽ അങ്ങനെ ആളില്ലാത്ത ഒരു സ്ഥിതി, അല്ലെങ്കിൽ ആളുകൾ വോട്ടിംഗ് ചെയ്യുന്നതിനോട് ഒരു വിരക്തി ഉണ്ടാകുന്ന ഒരു സ്ഥിതി അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം അതിരാവിലെ മുതൽ 9 മണി വരെ ഒരു കനത്ത പോളിംഗ് ആയിരുന്നെങ്കിൽ പിന്നീട് അതൊരു മന്ദഗതിയിലാകുന്നു. ഉച്ചയ്ക്ക് ഒരു 3 മണിക്ക് ശേഷം വീണ്ടും, അതായത് ജോലിക്ക് പോയ ആളുകളൊക്കെ തിരിച്ചു വന്ന ഉടൻ അത് കൃത്യമായിട്ടുള്ള പ്രകടനമായിരുന്നു ഒരു ഗ്രാമമേഖലയിൽ. കാരണം ജോലി കഴിഞ്ഞ് വന്ന ഒരു 4 മണി മുതൽ വലിയ രീതിയിലുള്ള ഒരു ആളുകളുടെ ഒരു ഒഴുക്ക് പോളിംഗ് ബൂത്തുകളിലേക്കെല്ലാം ഉണ്ടായിരുന്നു. 22 ബൂത്തുകളാണ് ഉണ്ടായിരുന്നത്. അതിലിപ്പോഴും വോട്ടിംഗ് പുരോഗമിക്കുന്നത് ഈ കിഴക്കേത്തറ 143-ാമത്തെ ബൂത്തിലാണ്. മാത്തൂര്, പിരായിരി, കണ്ണാടി പഞ്ചായത്തിലൊക്കെ ഉച്ച കഴിയുമ്പോഴേക്കും കാര്യമായ രീതിയിൽ തന്നെ വോട്ടർമാർ അവിടേക്ക് ഇറങ്ങി. ഏറ്റവും ഒടുവിൽ വരുന്ന ഇൻഫർമേഷൻ ഇങ്ങനെയാണ്: 154 പോളിംഗ് ബൂത്തുകളിൽ 152 എണ്ണത്തിൽ എന്ന് പറഞ്ഞാൽ അത് 82.6% വരും. ഈ ബൂത്തുകളുടെ എണ്ണത്തിലാണ് കേട്ടോ. പോളിംഗ് അവസാനിച്ചു. ടോക്കൺ വാങ്ങി ക്യൂവിൽ നിൽക്കുന്നവർക്ക് വോട്ടിങ്ങിന് അവസരം ഉണ്ടാകും. ബാക്കി 184-ൽ 152 എണ്ണത്തിൽ ഓൾമോസ്റ്റ് അവസാനിച്ചു. ബാക്കിയുള്ള ബൂത്തുകളിൽ ഇപ്പോഴും വോട്ടർമാരുടെ നിരയുണ്ട്. ആ വോട്ടർമാരുടെ നിര എന്ന് പറയുന്നത് 6 മണിക്ക് പോളിംഗ് ബൂത്തിലെത്തിയവർക്ക് ടോക്കൺ നൽകിയവരാണ്. 70.22 എന്നുള്ളത് ഒരു പക്ഷേ ഒരു 72% ഉയരാൻ ഇടയുണ്ടോ ഈ വോട്ടർമാരുടെ എണ്ണം എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.